നമ്മുടെ ഇന്നത്തെ വറുത്തരച്ച നാടൻ കോഴിക്കറി വിറകടുപ്പിൽ വെച്ച്, അതും മൺചട്ടിയിൽ, മസാലകൾ ഒന്നുമില്ലാതെ ആ പഴയ കാലത്തെ അതേ രുചിയോടുകൂടിയ കോഴിക്കറി ഉണ്ടാക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് പത്തിരി, കപ്പ, പിടി ഇവയ്ക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ മുട്ടയും കരളും എല്ലാം മാറ്റി നന്നായി കഴുകി വെള്ളം വാർന്നുപോയ 1.5 കിലോ കോഴിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം കൂടി അങ്ങ് ചേർത്ത് നന്നായി കൈകൊണ്ട് അങ്ങോട്ട് തിരുമ്മി പിടിപ്പിക്കാം. എന്നിട്ട് 1/2 മണിക്കൂർ മാറ്റി വെക്കാം. അപ്പോഴേക്കും ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെക്കാം. ചീഞ്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. 15 ചെറിയുള്ളി നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 10 വെളുത്തുള്ളി നൈസായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നൈസായിട്ട് അരിയണം, എങ്കിൽ മാത്രമേ തേങ്ങ വറുത്ത് വരുമ്പോഴേക്കും ഇവയും വറുത്ത് കിട്ടത്തുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഇളക്കി തേങ്ങയിലെ വെള്ളമെല്ലാം വറ്റട്ടെ. ദാ ഇപ്പോൾ നമ്മുടെ തേങ്ങയിലെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ഇളക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എണ്ണയുടെ പച്ചമണം മാറി തേങ്ങ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമണം എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചട്ടിയുടെ ചൂടിൽ ചൂടാക്കിയെടുക്കാം. മുളക് പൊടിയും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് തണുക്കട്ടെ. ദാ ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ അരച്ചാൽ അതിന്റെ എണ്ണയെല്ലാം തെളിഞ്ഞു വരാൻ ഇടവരും. അതുകൊണ്ട് ഇത്രയും അരച്ചാൽ മതി. നമുക്ക് ഒരു മൺചട്ടി എടുക്കാം. അതിലേക്ക് മസാല പുരട്ടി മാറ്റിവെച്ച ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വറുത്തരച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം നന്നായി ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇറച്ചിയുടെ മുകളിൽ വെള്ളം വരത്തക്കവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. 10 മിനിറ്റ് വേവട്ടെ. ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളച്ച് അതിൻ്റെ വെള്ളം പകുതിയോളം വറ്റി വരണം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇറച്ചി നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ നല്ലോണം തീ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വെന്തോട്ടെ. ഈ ചാറ് അല്പം കൂടി കുറുകിക്കോട്ടെ. ഇതാ വീണ്ടും 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചാറെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നന്നായി തെളിഞ്ഞിട്ടുണ്ട്. ഈ സമയം നമ്മുടെ സീക്രട്ട് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഗരം മസാലയോ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് ഇറച്ചിക്കറി വാങ്ങി വെക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല നാടൻ വറുത്തരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് പിടിയോടൊപ്പം, പത്തിരിയോടൊപ്പം, കപ്പയോടൊപ്പം കഴിക്കാൻ
നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്തു നോക്കണേ. ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.